ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ മുൻപ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാണ് കേട്ടോ. മാറണം എന്ന് കുറച്ച് നാളൊക്കെ ആയിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നെങ്കിലും മാറാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് മുൻപത്തെ സ്ഥലത്ത് നിന്ന് എല്ലാമൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനും പ്ലാൻ ചെയ്യാനും അതേപോലെ തന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് മാറാനും ഒക്കെ ആയിട്ട്. നമ്മൾ നോർമലി ഇവിടെയൊക്കെ മാറുമ്പോഴത്തേക്കിനും മൂവിങ് കമ്പനീനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിലും പക്ഷെ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂവിങ് അല്ലെങ്കിൽ ഈ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിന് തന്നെ ആയിട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ തന്നെയായിരുന്നു ഇനീഷ്യൽ സമയം മുതൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തേക്കുന്ന വീഡിയോ ആണ്. അത്യാവശ്യം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറുമ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് നേരത്തേക്കിനെങ്കിലും ഫ്രിഡ്ജ് ഓഫ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതായിരുന്നു ആദ്യം ആയിട്ട് തോന്നിയൊരു കാര്യം. ഇപ്പോൾ എസ്പെഷ്യലി നോൺ വെജോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ഒന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ആദ്യമൊക്കെ ഉപയോഗിച്ച് തീർക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോഴത്തേക്കിനും ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു. ഞാനത് അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ സാവധാനം ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേങ്കിൽ ഈ ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എങ്കിലും പിന്നെ ഞാനതങ്ങ് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറുന്ന ആ ഒരു സമയത്തേക്കിന് എപ്പോഴെങ്കിലും ഒക്കെ ആവശ്യം ആണെങ്കിൽ അന്നേരം എടുക്കാം. അതേപോലെ തന്നെ പുതിയൊരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാലാണെങ്കിലും പെട്ടെന്ന് തന്നെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കും നല്ല ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെയൊക്കെ തട്ടിമുട്ടി പോവാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നാരങ്ങയൊക്കെ ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ പയ്യെ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കി തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയപ്പോഴത്തേനും നമ്മളുടെ ഇതേപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡെക്കറേറ്റീവ് പീസസ് ഒക്കെ വെച്ചിട്ടുള്ള ഗ്ലാസ് ഷെൽഫ് ഉണ്ടായിരുന്നു. അപ്പം ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിനെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കാനായിട്ട് ഒരു മടി തോന്നി. ഞാൻ ആ ഷെൽഫ് തുറന്നു നോക്കിയപ്പോഴത്തേക്കിനും അത് അത്രയ്ക്ക് അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നല്ലതുപോലെ അതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിന് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതിനൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് മാറിക്കഴിയുമ്പം ഇവിടെയുള്ള പൊടി എല്ലാം കൂടെ എടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ പറ്റുന്നതിനെ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേയൊക്കെ നമുക്ക് തുടയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ ഈ ഷീറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും ഈ മൂവേഴ്സ് വരുമ്പോഴത്തേക്കിനും അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുക്സ് ഒക്കെ ആയിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാർട്ടൺസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് നമ്മളുടെ ബുക്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ 2-3 ദിവസമായിട്ടാണ് എടുത്തത്. കാരണം ഈ ഒരു പണിയെല്ലാം 2-3 ദിവസമായിട്ടാണ് ചെയ്തത്. ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ആദ്യം വെക്കുന്ന സാധനങ്ങൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഞാനൊരു പുതിയ സ്ഥലത്തേക്ക് പോയാലും എടുക്കുകയുള്ളൂ എന്ന് എനിക്ക് തന്നെ അറിയാവുന്ന സാധനങ്ങളാണ് ഞാൻ ആദ്യം തന്നെ എടുത്തൊന്ന് ഓർഗനൈസ് ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ഈ ബുക്സ് ആണെങ്കിലും ഡെക്കറേറ്റീവ് പീസസ് ആണെങ്കിലും നമുക്ക് ആദ്യം തന്നെ എടുത്ത് അൺപാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതൊന്നും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ. അപ്പം അതൊക്കെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ടച്ച് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തന്നെ നല്ല ഉറപ്പാണ്. അതേപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
നമ്മൾ നോർമലി ഡീക്ലട്ടർ ചെയ്യുന്ന പോലെ അല്ലല്ലോ, എല്ലാ മുക്കും മൂലയും ഒക്കെ ആണല്ലോ ഇത്തവണ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ അവിടെ എവിടേക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉപയോഗശൂന്യമായിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. അത് മാത്രമല്ല, കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എങ്കിലും നമ്മൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തത് ഞാൻ അതിനെ ഡൊണേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റീസെൽ ചെയ്യുന്നതോ ഒക്കെ ആയിട്ട് അതിനെയും സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുമിച്ച് വെക്കേണ്ടിയിരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള സാധനങ്ങളാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് മാറി കഴിയുമ്പോഴത്തേക്കിനും അവിടെ ചെന്നിട്ട് അവർക്ക് പിറ്റേ ദിവസം മുതൽ തന്നെ സ്കൂളിൽ പോവേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ മെസ്ഡപ്പ് ആവാൻ പാടില്ലല്ലോ ബാക്കിയുള്ള സാധനങ്ങളുടെ ഇടയിലായിട്ട്. അപ്പോൾ അവരുടെ ബുക്സ്, ബാഗ്സ്, അതേപോലെ തന്നെ അങ്ങനെ സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില കാർട്ടൺസിൻ്റെ ഒക്കെ, അതായത് ഞാനായിട്ട് അടുക്കി വെക്കുന്ന കാർട്ടണിൻ്റെയൊക്കെ പുറത്ത് ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഏതൊക്കെ കാർട്ടണിലാണ് ഉള്ളതെന്നുള്ളത്. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നത്, ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഈ വീട്ടിലെ മുക്കും മൂലയും ഒക്കെ എനിക്ക് എൻ്റെ വീഡിയോസിൽ കൂടി തന്നെ വീണ്ടും കാണാനായിട്ട് പറ്റും. അതേസമയം ഇതിന് മുൻപ് താമസിച്ച സ്ഥലങ്ങളിലേക്ക് ജസ്റ്റ് കുറച്ച് ചെറിയ ഫോട്ടോസും അതേപോലെ ഞാൻ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത ചെറിയ വീഡിയോസും ഒക്കെ ഉള്ളതല്ലാതെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ മുൻപുള്ള ഫ്ലാറ്റ്സിൻ്റെ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരുപക്ഷെ എൻ്റേതായിട്ടുള്ള ഒരു വീഡിയോയിൽ കൂടിയുള്ള ഒരു ജേണൽ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പം എനിക്ക് ഇതൊരിക്കലും മിസ് ചെയ്യില്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, ഇതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ നമ്മൾ ഓരോ കോർണറിലും ഓരോ റൂമിലും ഒക്കെ ആയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെറിയ മേക്ക് ഓവറും ഒക്കെ ആയിട്ടാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ ആ ഒരു സമയമൊക്കെയാണ് ഓർമ്മ വരുന്നത്, ഇത് ഓരോന്നായിട്ട് അഴിച്ചു മാറ്റുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് നമ്മൾ മാറാൻ പോകുന്ന പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് പോയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾക്ക് ആദ്യം തന്നെ ഇവരൊരു ചെക്ക് ലിസ്റ്റ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ചെക്ക് ലിസ്റ്റിൽ ഓരോ റൂമിലെയും എല്ലാ പോയിന്റ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണോ, ഏതെങ്കിലും സാധനത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെയുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളായിട്ട് എന്തെങ്കിലും ചീത്തയാക്കിയിട്ടുണ്ടോ എന്ന് അറിയണം. അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയപ്പോഴത്തേക്കിനും ഓൾറെഡി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുറച്ചൊക്കെ കേടായിട്ടാണോ ഉണ്ടായിരുന്നൊക്കെ അറിയണം. അപ്പം ഞാൻ പല അപ്പാർട്ട്മെന്റ്സിൽ റെന്റഡ് അപ്പാർട്ട്മെന്റിൽ താമസിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇങ്ങനൊരു പ്രൊസീജിയർ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അന്നേരം ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലോത്ത്സ്, അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂവേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ എടുത്ത് വെക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂവേഴ്സ് കൊണ്ടുവരുന്നത് കാർട്ടൺസ് ആയിരിക്കും, കാർഡ്ബോർഡ് ബോക്സസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ക്ലോത്ത്സ് ഒക്കെ അയൺ ചെയ്ത് വെച്ചേക്കുന്ന ക്ലോത്ത്സ് ആണ് വാർഡ്രോബിൽ. അപ്പോൾ എനിക്ക് ഈ മൂവേഴ്സ് വന്നാൽ അവർ എടുത്തൊക്കെ വെക്കും, പക്ഷെ അവർ നേരെ എടുത്തിട്ട് അവരുടെ കാർട്ടണിലേക്ക് ഇങ്ങനെ ഒറ്റ ഇടലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ചേക്കുന്നതും ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതും ഒക്കെ പോകും. പിന്നെ രണ്ടാമത് നമ്മളത് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കിനും കുറേ സാധനങ്ങളൊന്നും നമ്മൾക്ക് ഉപയോഗിക്കുന്നില്ല, എന്നാലും ഇത് വേറെ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് എടുത്തിട്ട് ഞാൻ ഗീവ് അവേ ചെയ്യാനുള്ളതൊക്കെ ഗീവ് അവേക്ക് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഈ ഒരു ദിവസവും ഞാൻ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ്ങിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കിനും വൈകിട്ടായി.
അതേപോലെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഞാൻ ആദ്യം തന്നെ ഊരി മാറ്റുന്നുണ്ട്. ഇതിനകത്ത് കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഡോറിൽ വെച്ചാലും പോവത്തില്ല എന്നുള്ളത്. അപ്പം എല്ലാം ഒന്നും പോവാതെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഡോറൊക്കെ നല്ലപോലെയൊക്കെ തുറക്കുമ്പോഴത്തേനും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ തുറക്കുമ്പോഴത്തേക്കിനും ചിലതൊക്കെ താഴെ പോവും, അതിൽ പൊട്ടുന്നത് ഉണ്ടാവും. ഇപ്പം പൊട്ടാത്ത മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ചിലപ്പോൾ കുറേ നാളൊക്കെ ഇരിക്കത്തുള്ളൂ. അല്ലാതെ പൊട്ടുന്നതൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഡോറിൽ വെച്ചാൽ അത് താഴെ വീഴും, ഉടഞ്ഞൊക്കെ പോയിട്ടുണ്ട്, കുറേ എണ്ണമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇതിൽ വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും വലിയ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളാണ്. എനിക്ക് വളരെ പയ്യെ മാത്രം ഏറ്റവും ലാസ്റ്റൊക്കെ ആയിട്ടാണെങ്കിലും ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ള കാർട്ടണാണ്. അപ്പം ഈ ഒരു കാർട്ടണിന് നമ്മൾ മുകളിൽ തന്നെ ഞാൻ എൻ്റെ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട് എന്താ അതിനകത്തുള്ളതെന്നുള്ളത്. അപ്പോൾ പിന്നെ അതിങ്ങനെ ഓപ്പൺ ആക്കാനും അതിലെ സാധനങ്ങൾ എടുത്ത് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ആദ്യം തന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നീട് രാത്രിയിൽ തന്നെ ഞാൻ ഫ്രിഡ്ജ് കാലിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നാളെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫ്രിഡ്ജിനകത്ത് നിന്ന് സാധനങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു സമയം കൊണ്ട് ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊന്നും അങ്ങനെ കാര്യമായിട്ട് സമയമൊന്നും കിട്ടിയില്ല കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരത്തേക്കാണ്, അതായത് ഇന്ന് വെച്ചിട്ട് നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ എടുക്കുന്ന രീതിയിലേക്ക് ഇതിനെയും അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഉടനെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.